ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന ഭാഗം ആവർത്തന പുസ്തകം 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മോശ ഇസ്രായേലിന് നൽകിയ അവസാന ഉപദേശങ്ങളുടെ തുടർച്ചയാണ് ആവർത്തനം 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ. ഈ അധ്യായങ്ങൾ നീതി, നേതൃത്വം, ആരാധന, പുരോഹിതത്വം, രാജത്വം, പ്രവാചക ശുശ്രൂഷ, യുദ്ധം എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. പഴയ നിയമത്തിലെ ഇസ്രായേലിനാണ് ഈ കൽപ്പനകൾ നൽകിയതെങ്കിലും അവ ദൈവത്തിൻ്റെ വിശുദ്ധി, നീതിയുള്ള നേതൃത്വം, അനുസരണം, വിശ്വാസം, ദൈവാശ്രയം എന്നീ നിത്യസത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ഈ അധ്യായങ്ങൾ ദൈവം വ്യക്തിപരമായ ധാർമ്മികതയെ മാത്രമല്ല, സമൂഹവും നേതൃത്വവും നീതിന്യായവും പൊതുജീവിതവും അവിടുത്തെ സ്വഭാവത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതും ശ്രദ്ധിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 17-ാമത്തെ അധ്യായത്തിൽ ദോഷമുള്ള യാഗങ്ങളെ ദൈവത്തിന് അർപ്പിക്കരുതെന്ന് മോശ ആദ്യം കൽപ്പിക്കുന്നു. ആരാധന ആത്മാർത്ഥവും കർത്താവിന് യോഗ്യവുമായിരിക്കണം. തുടർന്ന് വിഗ്രഹാരാധനയുടെ ഗുരുതരമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു. മറ്റ് ദേവന്മാരെ ആരാധിക്കുന്നതായി കണ്ടെത്തുന്നവരെ സൂക്ഷ്മമായി വിചാരണം ചെയ്യണം. 2-3 സാക്ഷികളുടെ മൊഴിയില്ലാതെ ശിക്ഷ നടപ്പാക്കരുത്. പ്രയാസകരമായ നിയമകാര്യങ്ങൾ ദൈവം നിയമിച്ച പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും അടുക്കൽ കൊണ്ടുപോകണമെന്ന് മോശ നിർദ്ദേശിക്കുന്നു. അവരുടെ വിധികളെ മാനിക്കുകയും അനുസരിക്കുകയും വേണം. അധ്യായത്തിൻ്റെ അവസാനം ഭാവിയിൽ ഉണ്ടാകുന്ന രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട്. രാജാവിനെ ദൈവം തന്നെ തിരഞ്ഞെടുക്കണം. അവൻ കുതിരകളോ ഭാര്യമാരോ സമ്പത്തോ അധികമായി സ്വന്തമാക്കരുത്. അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിരന്തരം വായിക്കണം. അങ്ങനെ അവൻ വിനയത്തോടെയും അനുസരണയോടെയും നിലനിൽക്കും. ദൈവം ആരാധനയിൽ ആത്മാർത്ഥതയും നേതൃത്വത്തിൽ നീതിയും ആഗ്രഹിക്കുന്നു. ഭാവിയിലെ രാജാവ് ശക്തിയാലോ സ്വയ മഹത്വവൽക്കരണത്തിലോ അല്ല, പിതാവിനോടുള്ള അനുസരണത്തിലൂടെ ഭരിച്ച യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാജാവ് ദൈവവചനം നിരന്തരം വായിക്കണമെന്ന കൽപ്പന ആത്മീയ അധികാരം എപ്പോഴും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് ഏറ്റവും മികച്ചത് അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. സഭയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള നേതാക്കൾ വിനയത്തോടെയും ഉത്തരവാദിത്വത്തോടെയും നേതൃത്വം നൽകണം. യഥാർത്ഥ നേതൃത്വം ശക്തിയാലോ സമ്പത്താലോ സ്വാധീനത്താലോ അല്ല, ദൈവത്തോടുള്ള അനുസരണത്താലാണ് അളക്കപ്പെടുന്നത്. 18-ാമത്തെ അധ്യായം മറ്റു ഗോത്രങ്ങളെപ്പോലെ ഭൂവിഭാഗം ലഭിക്കാത്തതിനാൽ പുരോഹിതന്മാരും ലേവ്യരും ജനങ്ങളുടെ വഴിപാടുകളാൽ പിന്തുണയ്ക്കപ്പെടണമെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. ജ്യോതിഷം, ആഭിചാരം, മന്ത്രവാദം, ലക്ഷണശാസ്ത്രം തുടങ്ങിയ വിജാതീയ ആചാരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിലക്കുന്നു. മോശയെപ്പോലുള്ളൊരു പ്രവാചകനെ ദൈവം ജനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്നും അവർ അവനെ കേൾക്കണമെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്നു. ആഭിചാര പ്രവർത്തനങ്ങൾക്കെതിരായ വിലക്ക് ദൈവജനങ്ങൾ മാർഗനിർദ്ദേശത്തിനായി ദൈവത്തെ മാത്രം അന്വേഷിക്കണമെന്ന് വെളിപ്പെടുത്തുന്നു. വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രവാചകൻ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിവൃത്തിയാകുന്നു. പുതിയ നിയമം ക്രിസ്തുവിനെ മോശയേക്കാൾ മഹാനായ പ്രവാചകനായി വ്യക്തമായി തിരിച്ചറിയുന്നു. യേശു ദൈവവചനം സംസാരിക്കുന്നവൻ മാത്രമല്ല, അവൻ ജഡമായി തീർന്ന വചനമാണ്. ഇന്നും ജ്യോതിഷം, ഭാഗ്യഫലം, ആത്മീയ വഞ്ചനങ്ങൾ എന്നിവ അനേകരെ ആകർഷിക്കുന്നു. ദൈവവചനത്തോട് മത്സരിക്കുന്ന എല്ലാ ആത്മീയ മാർഗനിർദ്ദേശങ്ങളെയും വിശ്വാസികൾ നിരസിക്കണം. ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അന്തിമവും പൂർണ്ണവുമായ വെളിപ്പെടുത്തൽ. ക്രൈസ്തവർ തിരുവെഴുത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലൂടെയും ജ്ഞാനം അന്വേഷിക്കണം. 19-ാമത്തെ അധ്യായത്തിൽ അറിയാതെ മറ്റൊരാളുടെ മരണത്തിന് കാരണമായ വ്യക്തിക്ക് ശരിയായ വിചാരണ ലഭിക്കുന്നതുവരെ സംരക്ഷണത്തിനായി ഓടിച്ചെല്ലുവാൻ കഴിയുന്ന അഭയനഗരങ്ങൾ സ്ഥാപിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. സ്വത്തവകാശ അതിരുകൾ സംരക്ഷിക്കണമെന്നും നിയമകാര്യങ്ങളിൽ വിശ്വസനീയമായ സാക്ഷ്യം ആവശ്യമാണെന്നും ഈ അധ്യായം പഠിപ്പിക്കുന്നു. കള്ളസാക്ഷികൾ പ്രതിക്കായി ഉദ്ദേശിച്ച അതേ ശിക്ഷ തന്നെ അനുഭവിക്കണം. അഭയനഗരങ്ങൾ ദൈവത്തിൻ്റെ കരുണയുടെ മനോഹരമായ ചിത്രമാണ്. അവ ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന നമ്മുടെ പരമമായ അഭയസ്ഥാനമായ യേശുക്രിസ്തുവിനെ മുൻകൂട്ടി കാണിക്കുന്നു. സത്യസാക്ഷ്യത്തോടുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധ അവിടുത്തെ നീതിയോടും സത്യത്തോടും ഉള്ള പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നു. ദൈവജനം സത്യത്തെയും നീതിയെയും ആത്മാർത്ഥതയെയും വിലമതിക്കണം. തെറ്റായ വിവരങ്ങളും വ്യാജാരോപണങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ വിശ്വാസികൾ സത്യസന്ധരായിരിക്കണം. നാം പരാജയപ്പെടുകയും മാനസാന്തരപ്പെടുകയും ദൈവകരുണ തേടുകയും ചെയ്യുമ്പോൾ യേശു ഇന്നും നമ്മുടെ സുരക്ഷിത അഭയസ്ഥാനമാണ്. 20-ാമത്തെ അധ്യായത്തിൽ കനാനിൽ യുദ്ധങ്ങളെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ദൈവം ഇസ്രായേലിന് യുദ്ധവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി. യുദ്ധത്തിന് മുൻപ് പുരോഹിതന്മാർ ജനങ്ങളെ ഭയപ്പെടരുതെന്ന് പ്രോത്സാഹിപ്പിക്കണം. കാരണം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും.
പുതിയ വീട് പണിതവർ, മുന്തിരിത്തോട്ടം നട്ടവർ, വിവാഹ നിശ്ചയം കഴിഞ്ഞവർ, ഭയമുള്ളവർ എന്നിവർക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ അനുവാദമുണ്ടായിരുന്നു. ദൂരെയുള്ള നഗരങ്ങളോട് ആക്രമണത്തിന് മുമ്പ് സമാധാനം വാഗ്ദാനം ചെയ്യണം. ഫലവൃക്ഷങ്ങൾ അനാവശ്യമായി നശിപ്പിക്കരുതെന്ന നിർദ്ദേശവും ഈ അധ്യായത്തിൽ ഉൾപ്പെടുന്നു. വിജയം മനുഷ്യശക്തിയിൽ അല്ല, ദൈവത്താൽ വരുന്നു എന്ന ഈ നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നു. യുദ്ധത്തിലും ദൈവം നീതിയെ കരുതുകയും ജീവനും വിഭവങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ ജീവിതം പലപ്പോഴും ആത്മീയ യുദ്ധമായി വിവരിക്കപ്പെടുന്നു. വിശ്വാസികൾ ഭൗതിക ആയുധങ്ങളാലല്ല, വിശ്വാസം, പ്രാർത്ഥന, സത്യം, നീതി എന്നിവയാൽ പോരാടുന്നു. ക്രൈസ്തവർ ദിവസവും ആത്മീയ പോരാട്ടങ്ങൾ നേരിടുന്നു. ഭയം, പരീക്ഷണം, നിരുത്സാഹം, ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങൾ എന്നിവ വിശ്വാസികളെ നിരന്തരം വെല്ലുവിളിക്കുന്നു. ഇസ്രായേൽ ദൈവസാന്നിധ്യത്തിൽ ആശ്രയിച്ചതുപോലെ ദൈവജനം സ്വന്തം ശക്തിയിലല്ല, ദൈവത്തിൽ ആശ്രയിക്കണം. പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ച ക്രിസ്തുവിലുള്ള ആശ്രയത്തിലൂടെയാണ് യഥാർത്ഥ വിജയം. ഈ അധ്യായങ്ങളിൽ പ്രധാനമായിട്ടുള്ളതായ ദൈവശാസ്ത്രപരമായ ആശയങ്ങൾ: 1. ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവം വിശുദ്ധനായതിനാൽ വിശുദ്ധമായ ആരാധനയും സത്യനീതിയും നീതിയുള്ള ജീവിതവും അവിടുന്ന് ആവശ്യപ്പെടുന്നു. 2. ദൈവത്തിൻ്റെ പരമാധികാരം: രാജാക്കന്മാരും പുരോഹിതന്മാരും ന്യായാധിപന്മാരും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 3. ദൈവത്തിൻ്റെ കരുണയും നീതിയും: അഭയനഗരങ്ങൾ ദൈവത്തിൻ്റെ നീതി കരുണയാൽ സമതുലിതമാകുന്നതായി വെളിപ്പെടുത്തുന്നു. 4. ക്രിസ്തുവിലെ നിവൃത്തി: ഈ അധ്യായങ്ങളിൽ മുൻകൂട്ടി കാണിച്ചിരിക്കുന്ന എല്ലാ പദവികളും യേശുക്രിസ്തുവിൽ പൂർത്തിയാകുന്നു. പരിപൂർണ രാജാവ്, മഹാപ്രവാചകൻ, പരമ അഭയസ്ഥാനം, തൻ്റെ ജനത്തിന് വിജയം നൽകുന്ന യോദ്ധാവ്. എൻ്റെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നത് ദൈവവചനമാണോ അതോ ലോകത്തിൻ്റെ ശബ്ദങ്ങളാണോ? ജീവിതത്തിലെ പോരാട്ടങ്ങൾ നേരിടുമ്പോൾ ഞാൻ എൻ്റെ കഴിവുകളേക്കാൾ ദൈവത്തിൻ്റെ ശക്തിയിലാണോ ആശ്രയിക്കുന്നത്? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.